ഡൽഹിയിലെ ഉത്തം നഗറില് തരുണിന്റെ ക്രൂരമായ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ജമിയത്തുൽ ഉലമായി ഹിന്ദ് പ്രതിനിധി സംഘം പ്രതികൾക്കു വേണ്ടി ജോയിന്റ് പോലീസ് കമ്മീഷണറെ കണ്ടു. എങ്ങനെയുണ്ട്? മതസൗഹാർദ്ദമായിരിക്കും. ശരി. ആരാണ് ജമിയത്തുൽ ഉലമായി ഹിന്ദ്? ജമിയത്തുൽ ഉലമായി ഹിന്ദിന്റെ കീഴിലുള്ള ട്രസ്റ്റ് ആണ് ഹലാൽ സർട്ടിഫിക്കേഷൻ ഹോട്ടലുകൾക്കും ഭക്ഷണ സാധനങ്ങൾക്കും നൽകുന്നത്. അതുവഴി ലഭിക്കുന്ന പണം മുസ്ലിം ചാരിറ്റികൾക്കും അതുപോലെയുള്ള കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നു. തരുൺ. ഓക്കെ. ഇനിയും ബോംബിടും. ജസ്റ്റ് ഫോർ ഫൺ. കാർഗ് ദ്വീപിന് നേരെ വീണ്ടും ആക്രമണ ഭീഷണിയുമായി ട്രംപ്. അതായത് ഹോർമോസ് കടലിടുക്ക് അടയ്ക്കുകയും അതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചാരയോഗ്യമാക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ ഇറാന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള എണ്ണ നിക്ഷേപ കേന്ദ്രം കാർഗ് ദ്വീപ് അതിന് തീയിടുമെന്നാണ് ട്രംപ് പറഞ്ഞത്. മുസ്ലിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയ അമേരിക്കൻ പാർലമെന്റ് അംഗം ശരിയ വേണമെങ്കിൽ മുസ്ലിം രാജ്യങ്ങളിലേക്ക് പോകാം. അമേരിക്ക ഒരു കാലത്തും ശരിയ നിയമം അംഗീകരിക്കില്ല. സിറിയയിൽ നിന്നും അഫ്ഗാൻ, പലസ്തീൻ, പാകിസ്ഥാൻ പലയിടത്തും ജീവിക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോ ഇവര് പിടിച്ചു കയറ്റിയതാ ഇന്നിവർ അനുഭവിക്കുക. അവര് അതാത് രാജ്യങ്ങളിൽ നിന്ന് ചേക്കേറി വന്നപ്പോഴേക്ക് അവരുടെ കക്ഷത്തിന്റെ ഇടുക്കിൽ ആ കിതാബും ഉണ്ടായിരുന്നു, അവരുടെ തലച്ചോറിൽ 6-ാം നൂറ്റാണ്ടിന്റെ മതവും ഉണ്ടായിരുന്നു. ഇപ്പൊ പണി കിട്ടിയത് കണ്ടോ. ഇനിയും അമേരിക്കയൊക്കെ ഇവർക്ക് ഇനിയിപ്പോ മതരാജ്യമാക്കി ശരിയാ നിയമം പുലരുന്ന രാജ്യമാക്കിയിട്ട് അങ്ങോട്ട് മാറ്റണം. അതിനു വേണ്ടി അങ്ങനെ വന്നപ്പോൾ സായിപ്പന്മാർക്ക് തലയ്ക്ക് വെളിവ് വീണു, ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ല. ഇവർക്കിട്ട് പണി കൊടുക്കുകയും ഇവരെ വന്നിടത്തേക്ക് ഓടിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ അവര് നിന്നിടത്ത് നിൽക്കേണ്ടി വരും. അതുകൊണ്ട് അതാത് രാജ്യങ്ങളിലേക്ക് തിരിച്ചു പൊയ്ക്കോ. കാരണം നിങ്ങൾ എവിടെ നിന്നാണോ വന്നത് ആ രാജ്യങ്ങളിലൊക്കെ ശരീഅത്ത് നിയമമാണ്. അപ്പൊ പിന്നെ എളുപ്പമാവുമല്ലോ. വീണ്ടും ലവ് ജിഹാദ്. ഹിന്ദു കുട്ടിയെ പ്രണയിച്ച് ബലാത്സംഗം. പ്രതി ഷാഹിർ ബഷീർ വിദേശത്തേക്ക് കടന്നു. FIR ഇട്ടു. വിശദ വീഡിയോ കർമ്മ പുറത്തുവിട്ടിട്ടുണ്ട്. ഇപ്പൊ ഷാഹുൽ ഹമീദ് എന്ന് പറയുന്ന ഒരു യുവാവാണ് ഒരു ഹിന്ദു പെൺകുട്ടിയെ വളച്ചെടുത്തിട്ട് അതൊക്കെ നമ്മൾക്കിങ്ങനെ വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുവാണ്. അപ്പൊ ലവ് ജിഹാദ് ഇല്ല ഇല്ല എന്ന് പറയുമ്പോഴും ലവ് ജിഹാദ് എഴുന്നേറ്റ് വന്ന് നമ്മുടെ മുമ്പിൽ നിന്നിട്ട് പറയുകയാണ് ഞാനാണ് ലവ് ജിഹാദ് എന്ന്. മുസ്ലിം അഭയാർത്ഥികളെയും കുടിയേറ്റക്കാരെയും സ്വീകരിച്ച ജപ്പാൻ തെരുവുകളിൽ നിന്ന് ഇവരെവിടാണെന്ന് ഈ സമാധാനത്തോടെ ജീവിച്ചിട്ടുള്ളത് നോക്കി. ഈ റോഡില് ആർക്കും ഗതാഗത പ്രയാസമാണ്, നടക്കാൻ പറ്റില്ല, യാത്ര പറ്റില്ല. ഇവരിങ്ങനെ ഉച്ചയും കുത്തി മറിഞ്ഞ് തീരുന്നത് വരെ മറ്റുള്ളവര് കാത്തു നിന്നോണം. ഇവരെയൊക്കെ വലിച്ചു കയറ്റിയിട്ടേ കാക്ക ആറാടുവാണ് കേട്ടോ. അല്ല, മദ്യപ്പുഴക്കകത്ത് ഒഴുകുമ്പം പിന്നെന്ത് ഈ ഹൂറികളുടെ കയ്യിൽ കുപ്പിന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായിരുന്നാലും കാക്ക ആറാടുമ്പോഴും കാക്കയ്ക്ക് വേണ്ടി ഇവിടെ കുറച്ച് മുറിയൻ കാക്ക കുഞ്ഞുങ്ങൾ ഇവിടെ കിടന്ന് നിലവിളി. ഇന്നില്ല, നാളെയും ഇല്ല, ഇനി ഒരിക്കലും ഇല്ല. കാക്ക പോയി. പഞ്ചാബിൽ മുസ്ലിം ആൾക്കൂട്ടം യുവാവിനെ തടഞ്ഞു നിർത്തി ആക്രമിച്ച് അല്ലാഹു അക്ബർ വിളിപ്പിക്കാൻ ശ്രമിച്ചെന്ന് പരാതി. എന്തിനാടാ നിന്റെ മതം നിനക്ക്, എന്റെ മതം എനിക്കെന്നല്ലടാ ഖുർആൻ പറഞ്ഞു. നമ്മുടെ മതം ചക്കരയാണെങ്കിൽ അതങ്ങ് വളരത്തില്ല, നിങ്ങളെന്തിനു ബുദ്ധിമുട്ടി വളർത്തുന്നേ. ക്യൂബയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം വൻ പ്രതിസന്ധിയിൽ. ജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിനെതിരെ പ്രതിഷേധത്തിലേക്ക്. അത്ഭുതമില്ല. മകളെ കുടുക്കി മുഖ്യമന്ത്രിയെ സമീപിച്ച മൊണാലിസയുടെ അച്ഛൻ. എന്റെ പൊന്നോ, മോള് പ്രശസ്തിയുടെ കൊടുമുടി താണ്ടിയപ്പോ ഇങ്ങനൊക്കെ വരുമെന്ന് അറിഞ്ഞില്ലല്ലേ. പാവാ കൊച്ച്. ആ മാല വിറ്റ് നടന്നാ മതിയായിരുന്നു, എന്നാ അതിന് ഇത്രയും വലിയൊരു ഗതി ഉണ്ടാകുമായിരുന്നില്ല. പാപ്പാടെ കൂടെ കാക്ക പഠിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. എന്തായിരുന്നാലും കൊച്ചിന്റെ ഫർമാൻ ഖാന്റെ മാതാപിതാക്കൾ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾക്ക് മുസ്ലിം കുഞ്ഞിനെയാണ് ആവശ്യമെന്ന്. അതുകൊണ്ട് കാക്ക കൃഷി ചെയ്യുന്നതിന് മുമ്പ് മൊണാലിസ ഇസ്ലാമിലേക്ക് വരണ്ടേ, തട്ടമിടണ്ടേ. ആ കൊച്ചിന്റെ ഭാവി അങ്ങോട്ട് പോയി കിട്ടി. മൊണാലിസ മറ്റൊരു മതത്തിൽപ്പെട്ട വ്യക്തിയാണ്. ഈ വിവാഹം ഞങ്ങൾക്കും സന്തോഷം നൽകുന്നില്ല. ഇത് ഭാവിയിൽ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചപ്പോഴാണ് കുടുംബം കാര്യം അറിഞ്ഞത്. മൊണാലിസയുമായിട്ടുള്ള വൈറൽ വിവാഹത്തെ തള്ളി ഫർമാന്റെ പിതാവും. ഇസ്ലാമിലേക്ക് വരണമെന്നങ്ങ് പറഞ്ഞാൽ പോരെ കാക്ക, എന്ത് എളുപ്പമുണ്ട്. മറ്റൊരു മതത്തിൽപ്പെട്ട വ്യക്തിയാണ് ഞങ്ങൾക്ക് സന്തോഷം നൽകുന്നില്ല എന്നൊക്കെ പറയുന്നതിനെക്കാട്ടി നല്ലത് ഫർമാനെ
ഷഹാദത്തൊക്കെ ചൊല്ലിച്ച് പർദേ മക്കനെയൊക്കെ ഇട്ട് കൊണ്ടുപോടാന്ന് പറഞ്ഞാൽ പോരായിരുന്നു. കേരള സ്റ്റോറികൾ തുടരുന്നു. തൃശൂർ സ്വദേശിയായ ഹിന്ദു പെൺകുട്ടിയെ പ്രണയത്തിന്റെ കെണിയിൽപ്പെടുത്തി ഗർഭിണിയാക്കി 7 മാസം പ്രായമുള്ള കുട്ടിക്കൊപ്പം മതം മാറ്റാനായി ഒരിടത്ത് നിർത്തിയ ശേഷം എറണാകുളം സ്വദേശിയായ മറ്റൊരു ക്രിസ്ത്യൻ പെൺകുട്ടിയെ പ്രണയത്തിന്റെ കെണിയിലാക്കി അവൾക്കൊപ്പം എറണാകുളത്ത് താമസിക്കുമ്പോൾ ഷാഹുൽ ഹമീദ് അറസ്റ്റിൽ. എത്ര വയസ്സുണ്ട്, കൊള്ളാലോടാ നീയൊക്കെ, മുറ്റിയ വിളവാണല്ലോ ഇവനൊക്കെ. കാരണം മതസൗഹാർദ്ദം പുലർത്തിയതാ. ആദ്യം ഹിന്ദു പെങ്കൊച്ചിനെ മതം മാറ്റി, പിന്നെ ക്രിസ്ത്യൻ പെങ്കൊച്ചിനെ, പിന്നെ ഒരു മുസ്ലിം മതത്തിൽ നിന്നു. പിന്നെ ഇയാള് 916 മതേതരനാകുമല്ലോ എന്ന് വിചാരിച്ചു കാണും. ഇറാന്റെ നട്ടെല്ലൊടിച്ച് ട്രംപ്. കാർഗ് ദ്വീപിൽ വൻ ബോംബാക്രമണം, എണ്ണപ്പാടം തകർത്ത് തരിപ്പണമാക്കും. ഹോർമൂസ് അടച്ചപ്പോ ഇറാൻ ഓർക്കണമായിരുന്നു, പണി കിട്ടുമെന്ന്. മുറിവേറ്റിട്ടുണ്ട്, അയാൾ പേടിച്ചൊളിച്ചിരിക്കുകയാണ്. മുജിതബയ്ക്ക് പരിക്കേറ്റു എന്ന വാർത്തക്കിടെ US. പാവം മുജിതബയ്ക്ക് കണ്ണും ഇല്ല, 2 കയ്യും ഇല്ല, 2 കാലും ഇല്ല, കിഡ്നിയും ഹാർട്ടും ലിവറും എല്ലാം പോയെന്നാ കേൾക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിൽ പ്രകോപനം തുടർന്നാൽ പൂർണ്ണമായും തകർക്കും, ഇറാന് മുന്നറിയിപ്പുമായി ട്രംപ്. മൊണാലിസ മറ്റൊരു മതത്തിൽപ്പെട്ട വ്യക്തിയാണ്, മനസ്സിലായില്ലേ? മൊണാലിസയോട് മതം മാറണം, ഹിജാബ് ഇടണം എന്ന് വ്യക്തമായിട്ട് പറയാൻ മടിച്ചിട്ട് ഫയർമാന്റെ വാപ്പ ഫയറായി. ജാമിദ ടീച്ചർ ആത്മഹത്യ. നിങ്ങൾ ഈ ന്യൂസ് ഒന്ന് കണ്ടേ? ന്യൂസ് ഫേസ്ബുക്കിൽ പ്രചരിക്കുന്നതാണ്. സൗദി ഭരണകൂടത്തിന്റെ പുരോഗമന നയങ്ങളെ വിമർശിച്ച മക്ക ഹറം മുൻ ഇമാമിനെ തടവ് ശിക്ഷയ്ക്ക് വിധിച്ചു. അല്ല പിന്നെ ഒരു രാജ്യം മര്യാദയ്ക്ക് പുരോഗതി പ്രാപിച്ച് മുന്നോട്ട് പോട്ടെ എന്ന് വിചാരിക്കുമ്പോഴത്തേക്കിന് എല്ലാ തരത്തിലുള്ള പുരോഗതിക്കും തടസ്സം നിൽക്കുക ഇവനൊക്കെ ചെയ്യുക. അതിന് മക്കയിലെ ഇമാമല്ല, അതിന്റെ അപ്പുറത്തെ ആളാണെങ്കിലും ശരി, സൗദി കിണ്ടിയെടുത്ത് വെളിയിലിടും. അല്ല പിന്നെ US ജൂത ദേവാലയത്തിന് നേരെ ആക്രമണം. സ്ഫോടക വസ്തുക്കളുമായി കെട്ടിടത്തിലേക്ക് ട്രക്ക് ഓടിച്ചു കയറി അക്രമിയെ കൊലപ്പെടുത്തി. നോമ്പല്ലേ, ചത്താ സ്വർഗം കിട്ടുമെന്ന് എല്ലാം പറഞ്ഞാണ്. പിന്നെ ജൂത ദേവാലയത്തിലാകുമ്പോൾ കുറച്ച് ക്രിസ്ത്യാനികളെയും കൂടെ കൊണ്ടുപോകാമല്ലോ എന്ന് വിചാരിച്ചാണ്. ഒറ്റയ്ക്ക് മടിച്ചിട്ടാ. ജർമ്മനിയിൽ ശരിയ നിയമവും ഇസ്ലാമിക രാജ്യമാക്കണമെന്ന ആവശ്യവുമായി ഇസ്ലാമിസ്റ്റ് അഭയാർത്ഥികളുടെ പ്രതിഷേധം നടക്കട്ടെ. ജർമ്മനിയും പഠിക്കാനുണ്ട്. വ്യാജ വാർത്ത പ്രചരിപ്പിച്ച കോൺഗ്രസിന്റെ നാണംകെട്ട പരിപാടി കൈയോടെ പൂക്കി. 2011 UPA ഭരണകാലത്തെ ചിത്രം ഉപയോഗിച്ച് രാജ്യത്ത് ഭയം വിതയ്ക്കാൻ കോൺഗ്രസ് ശ്രമം. നമ്മളെ കൊണ്ട് പറ്റുന്നതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റും. ഇറാൻ സൈന്യം കീഴടങ്ങണമെന്ന് ട്രംപ്. ആയുധങ്ങൾ ഉപേക്ഷിക്കണം. എത്ര വികസനം കൊടുത്താലും മുസ്ലിം മതത്തിന്റെ താല്പര്യങ്ങൾക്കെതിരെ നിൽക്കുന്ന പാർട്ടികൾക്ക് മുസ്ലിംസ് വോട്ട് ചെയ്യില്ല. BJP ജയിക്കത്തില്ല എന്ന് പറഞ്ഞാൽ പോലെ നമുക്ക് മനസ്സിലാവൂലേ? ഇറാന്റെ അടുത്ത സുപ്രീം ലീഡർ ആര്? മുജ്തബ ഖുമൈനി കൊല്ലപ്പെട്ടു. എന്റെ പൊന്നാര കാക്ക, ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവരൊന്നും